ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേടിയ ഈശോ നിൻ്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ ഒരു വിവാഹ വിരുന്നിൻ്റെ ഉപമ പറയുന്നുണ്ട്. ഒരു രാജാവ് വിരുന്നൊരുക്കി ഒത്തിരി ആളുകളെ വിരുന്നിന് ക്ഷണിച്ചു. പക്ഷേ അവസാനം ക്ഷണിക്കപ്പെട്ടവരെ വീണ്ടും അദ്ദേഹം ക്ഷണിക്കുകയാണ്. ഉപമയിൽ ഇപ്രകാരമാണ് ഈശോ സൂചിപ്പിക്കുന്നത്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 22-ാം അധ്യായം 5-ാം തിരുവചനം. എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അത് വകവയ്ക്കാതെ ഒരുവൻ വയലിലേക്കും വേറൊരുവൻ വ്യാപാരത്തിനും പോയി കളഞ്ഞു. വളരെ കാര്യമായിട്ട് രാജാവ് ക്ഷണിച്ചതാണ്. പക്ഷേ ആ ക്ഷണത്തിന് അവർക്ക് വില കൊടുക്കാനായിട്ട് സാധിച്ചില്ല. നമ്മൾ അതിൻ്റെ അന്ത്യത്തിൽ കാണുന്നുണ്ട്, അവരെല്ലാം തഴയപ്പെടുകയാണ്. എന്നിട്ട് ക്ഷണിക്കാത്തവരൊക്കെ വിരുന്ന് ആസ്വദിക്കുക. എന്തുകൊണ്ട് അവർ തഴയപ്പെട്ടത്? രാജാവ് ക്ഷണിച്ചിട്ടും ആ ക്ഷണത്തിന് വിലയുണ്ടായിട്ടും അവർ അതിനേക്കാൾ വില അവരുടേതായ കാര്യങ്ങൾക്ക് കൊടുത്തു, അവരുടേതായ തിരക്കുകൾക്ക് കൊടുത്തു, അവരുടേതായ ജീവിതത്തിന് കൊടുത്തു. അവർക്കത് നല്ലതായിട്ട് തോന്നി. പക്ഷേ അനന്തര ഫലം എന്ന് പറയുന്നത് അവർ തിരസ്കരിക്കപ്പെട്ടു. പ്രിയ സഹോദര സഹോദരി, നിന്റെ ജീവിതം ദൈവവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജീവിതമാണ്. ദൈവത്തിന് കൊടുക്കേണ്ട പ്രാധാന്യവും വിലയും നീ കൊടുക്കുന്നില്ലെങ്കിൽ നിനക്ക് ചിലപ്പോൾ നിൻ്റെതായ കാര്യങ്ങൾക്ക് നീ വില കൊടുക്കുമ്പോൾ എല്ലാം ഓക്കെയാണെന്ന് തോന്നും. പക്ഷേ ഒന്നോർത്തോളണം, നീ കൊടുക്കുന്ന വില ചിലപ്പോൾ സ്വർഗരാജ്യത്ത് നിനക്ക് നൽകുന്ന വില തള്ളിക്കളയാനായിട്ട് ഇടയാക്കും. തിരസ്കൃതരായി കഴിയുമ്പോൾ വചനത്തിൽ പിന്നീട് സൂചിപ്പിക്കുന്നുണ്ട്, വിലാപവും പല്ലുകടിയും ഒക്കെ ഉണ്ടാവുന്നു. തിരസ്കരിക്കപ്പെടാതിരിക്കുവാനാണ് ഈശോ ഈ വചനം ഇന്ന് ഓർപ്പിക്കപ്പെടുക. വിളിക്കപ്പെട്ടിരിക്കുന്നവരും പല കാര്യങ്ങളും എന്തിനാണ് എഴുതി വച്ചിരിക്കുന്നത്? നീ നാളെ പ്രാധാന്യം കൊടുക്കേണ്ടത് ദൈവത്തിൻ്റെ കാര്യങ്ങൾക്കാണ്, നിൻ്റെതായ തിരക്കുകൾക്കല്ല. അവിടെ സ്വർഗം നിന്നെ കാത്തിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തിന് നന്ദി പറയുക. ഈശോ എപ്പോഴും പ്രയോറിറ്റി നിനക്ക് കൊടുക്കും. മറ്റെല്ലാം മാറ്റി വയ്ക്കുവാനായിട്ട്, നിന്നേക്കാൾ താഴെ കരുതുവാനായിട്ട്, അങ്ങനെ നിന്റെ സന്തോഷത്തെ, നിന്റെ വിരുന്ന് ആസ്വദിക്കുവാനായിട്ട് ഈ വ്യക്തി നീ സഹായിക്കും. ഇന്നത്തെ ദിവസത്തിന് വേണ്ടതായ കൃപകളും നന്മകളെല്ലാം നിന്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുതി.